ഹായ് ഫ്രണ്ട്സ്, താലൂക്ക് തല വനിതാ വായനാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുസ്തകമായ ദൈവത്തിൻ്റെ അവകാശികളിലെ രക്ഷിക്കേണ്ട കരങ്ങൾ ജീവൻ കവരുമ്പോൾ എന്ന ലേഖനമാണ് ഞാൻ വായിക്കുന്നത്. മറ്റ് ലേഖനങ്ങളുടെ വീഡിയോസ് കണ്ടവർ കഴിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം ഞാൻ കുറച്ച് സ്പീഡിലാണത് വായിച്ചു വിടുന്നത്. കാരണം ഇനി അധികം ദിവസവും ഇല്ല. കഴിയുമെങ്കിൽ 3-4 പുസ്തകമെങ്കിലും കവർ ചെയ്യണം. 5 പുസ്തകത്തോളം ഉണ്ട്. 4 കവർ ചെയ്യണമെന്നുള്ളൊരാഗ്രഹവും നമ്മുടെ കറണ്ട് അഫയേഴ്സും ഒന്ന് നോക്കി പോകണമെന്നുള്ളത് കൊണ്ടാണ് ഈ സ്പീഡ് കൂട്ടുന്നത്. നിങ്ങൾക്ക് പ്ലേബാക്ക് സ്പീഡ് കുറച്ച് വെച്ച് നിങ്ങളുടെ സൗകര്യത്തിന് വീഡിയോ അത് ഹെഡ്സെറ്റും ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. റിപ്പീറ്റ് കേൾക്കാം. ഇനിയിപ്പോൾ സ്പീഡ് കൂട്ടണമെന്നുള്ളവർക്കും കൂട്ടുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യണേ. അതനുസരിച്ചിട്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ ഈ വേഗത്തിൽ പോകുന്നുണ്ടൊന്നും തോന്നരുത്. പിന്നെ നമുക്ക് ബാക്കി ബുക്കുകളിലൂടെ കവർ ചെയ്യാനുള്ളത് കൊണ്ടാണ്. സമയപരിമിതി ഉണ്ട്. അപ്പോൾ അതിൽ കൂടെയാണ് ഒന്ന് സതുദ്ദേശത്തോടു കൂടി അപ്പോൾ ഞാൻ വായിക്കുന്നു, അത് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് പിന്നെ ഷെയർ ചെയ്യുന്നത്. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ. അപ്പോൾ ഇന്ന് വായിക്കുന്ന ലേഖനം രക്ഷിക്കേണ്ട കരങ്ങൾ ജീവൻ പകരുമ്പോൾ എന്നുള്ളതാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ആവിഷ്കരിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ലോകശ്രദ്ധ ആകർഷിച്ച പദ്ധതിയാണ്. അന്താരാഷ്ട്ര നിലവാരമുള്ള വിദ്യാലയങ്ങളിൽ കേരള മോഡലിൻ്റെ മറ്റൊരു ഉദാഹരണമായി ഹൈടെക് ക്ലാസ് മുറികളും ജൈവ വൈവിധ്യ ഉദ്യാനവും പുതുമയുള്ള അനുഭവമായിരുന്നു. വിദ്യാലയത്തിൻ്റെ അക്കാദമിക ഭൗതിക സൗകര്യങ്ങൾ മികവുറ്റതാക്കുന്നതിൽ പൊതുസമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു. മികച്ച ലൈബ്രറികളും ലാബും ടൈല് പതിപ്പിച്ചതും ശീതീകരിച്ചതുമായ ക്ലാസ് മുറിയും എല്ലാം ചേർന്ന് പഠനത്തിൻ്റെ അനുകൂലമായ സാഹചര്യമൊരുക്കി. നിരന്തര വിലയിരുത്തലും ടേം പരീക്ഷകളും ശാസ്ത്രീയമായി നടപ്പാക്കുക വഴി കുട്ടികളുടെ പഠന പുരോഗതി ഉറപ്പുവരുത്തുകയും ചെയ്തു. ടീച്ചർ മെൻറ്റർ എന്ന സവിശേഷത പദവിയിലേക്ക് ഉയർന്നു. നിരന്തര പരിശീലനത്തിലൂടെ അധ്യാപകരുടെ പ്രൊഫഷണലിസം വർദ്ധിച്ചു. കേന്ദ്ര ഗവൺമെൻറ് രൂപീകരിച്ച നീതി ആയോഗിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ ഇന്ത്യയിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് 882% സ്കോറോടെ കേരളം ഒന്നാമതെത്തി. അങ്ങനെ പ്രതീക്ഷയുടെ അഭിമാനത്തിൻ്റെയും കൊടുമുടിയിൽ പൊതുവിദ്യാലയങ്ങളിൽ എത്തി നിൽക്കുമ്പോഴാണ് വയനാട്ടിലെ ബത്തേരിയിൽ സർവജന സ്കൂളിലെ ഷഹന ഷെറി എന്ന 5ാം ക്ലാസ്സുകാരി സ്വന്തം ക്ലാസ് മുറിയിലെ പൊത്തിലൊളിച്ച പാമ്പിൻ്റെ കടിയേറ്റ് മരണത്തിന് കീഴടങ്ങിയത്. രക്ഷിക്കേണ്ട കരങ്ങൾ, കാവലും കരുതലുമാകേണ്ട കരങ്ങൾ, തന്നെ ജീവൻ കവരുന്ന ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥയാണ് ഉണ്ടായത്. വിദ്യാഭ്യാസ വകുപ്പ്, നഗരസഭ, സ്കൂൾ പ്രിൻസിപ്പൽ, PTA, ചികിത്സ നിഷേധിച്ച ആശുപത്രി, ഡോക്ടർമാർ എല്ലാവരും ഇതിന് ഉത്തരവാദികളാണ്. എങ്കിലും വിഷമേറ്റ ഷഹനയെ യഥാസമയം ആശുപത്രിയിലെത്തിക്കുന്നതിൽ അധ്യാപകർ കാണിച്ച അനാസ്ഥയാണ് ആ പിഞ്ചു ജീവൻ പൊലിയാൻ ഇടയാക്കിയതെന്നാണ് മുഖ്യമായും പരാതി ഉയർന്നത്. മദ്രാസ് IITയിലെ ഫാത്തിമ ലത്തീഫ് എന്ന സമർത്ഥയായ വിദ്യാർത്ഥിനിയുടെ മരണത്തിലും അധ്യാപകരുടെ പീഡനം എന്നാണ് ആരോപണമുണ്ടായത്. ചാനൽ ചർച്ചകളിലും മാധ്യമ വിചാരണകളിലുമൊക്കെ അധ്യാപകർക്കെതിരെ രൂക്ഷമായ പ്രതികരണങ്ങൾ ഉയർന്നു. അതോടെ അധ്യാപക സമൂഹമാകെ പ്രതികൂട്ടിലാവുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അധ്യാപകർ എക്കാലത്തും ആദരണീയരായിരുന്നു. സ്നേഹം, ആരാധന, ബഹുമാനം എന്നിങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകാത്ത വിവിധ വികാരങ്ങളാണ് അധ്യാപകരോട് എന്നും സമൂഹത്തിനുണ്ടായിരുന്നത്. എന്നാൽ അധ്യാപകർ കുഞ്ഞുങ്ങളോട് കാട്ടുന്ന ക്രൂരതകളുടെ കഥകളാണ് ഇന്ന് വാർത്തകൾ. ഫാത്തിമ ലത്തീഫും ഷഹലയും മനുഷ്യത്വമുള്ളവരുടെ എല്ലാം മനസ്സിൽ നോവായി പടരുകയാണ്. കുട്ടികൾക്ക് മാതൃകയാകേണ്ട, എല്ലാ അർത്ഥത്തിലും കുട്ടികളുടെ സംരക്ഷകരാകേണ്ട അധ്യാപകരാണ് ഇവിടെയെല്ലാം പ്രതിസ്ഥാനത്ത് എന്നുള്ളത് ഏറെ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റെ വിദ്യാർത്ഥി ജീവിതം ഓർത്തു പോകുന്നു. ഒരു ഗവൺമെൻറ് വിദ്യാലയത്തിൻ്റെ പരിമിതമായ സാഹചര്യത്തിന് എത്ര വലിയ വാത്സല്യവും പ്രോത്സാഹനവും സ്നേഹവും കരുതലുമൊക്കെയാണ് അധ്യാപകർ തന്നത്. പഠിപ്പിക്കലിനും അപ്പുറം ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് കുട്ടികളെ സ്നേഹിച്ച് ലാളിച്ച് കുസൃതികൾക്ക് ചെറുതായി ശിക്ഷിക്കുമ്പോഴും ശിക്ഷയാണെന്ന് തോന്നിപ്പിക്കാതെ വാത്സല്യത്തോടെ ഉപദേശിക്കുകയായിരുന്നു അധ്യാപകർ. വിദ്യാർത്ഥികൾക്ക് എന്ത് പ്രശ്നവും എന്ത് സ്വകാര്യവും എന്തും സ്വാതന്ത്ര്യത്തോടെ സുരക്ഷിതമായി പറയാമായിരുന്നു. സ്വന്തം രക്ഷിതാക്കളെ പോലെയും ഉത്തമ സുഹൃത്തുക്കളെ പോലെയുമായിരുന്നു അവർ. കുട്ടികളെ മനസ്സറിഞ്ഞ് സ്നേഹിച്ച എത്രയെത്ര അധ്യാപകരുണ്ട്. ഓരോ വ്യക്തിക്കും അങ്ങനെ ഓർക്കാൻ ഒട്ടനവധി അധ്യാപക മുഖങ്ങളുണ്ടാകും. ഉത്തമമായ പൗരന്മാരെ സൃഷ്ടിക്കുന്ന പരീക്ഷണശാലകളാണ് വിദ്യാലയങ്ങൾ. വിജ്ഞാന കേന്ദ്രങ്ങളാകേണ്ട, മികവിൻ്റെ കേന്ദ്രങ്ങളാകേണ്ട വിദ്യാലയങ്ങൾ കച്ചവടവൽക്കരിക്കപ്പെടുന്നതിൻ്റെ അപജയങ്ങൾ നാം കാണുന്നു. നാളെ വാനോളം ഉയരേണ്ട അസാമാന്യ പ്രതിഭകളാകാം ചിലരുടെയൊക്കെ നിസ്സംഗതയിൽ പൊലിഞ്ഞു പോകുന്നത്. ഒരു കുട്ടിയിൽ അന്തർലീനമായ സർഗ്ഗവാസനകളെ കണ്ടെത്തി അതിൽ പ്രോത്സാഹിപ്പിക്കുകയും പ്രജ്വലിപ്പിക്കുകയും സ്നേഹവും കരുണയും മനുഷ്യത്വമുള്ള യഥാർത്ഥ മനുഷ്യരാക്കി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന കർമ്മമാണ് അധ്യാപകർ നടത്തേണ്ടത്. ഞാൻ അറിയുന്ന അധ്യാപകരൊക്കെയും അങ്ങനെയായിരുന്നുവല്ലോ. എന്നാൽ അതിന് ചില അധ്യാപകർ നമ്മുടെ സംസ്കാരത്തിനും ചിന്തയ്ക്കും മനുഷ്യത്വത്തിനും വിരുദ്ധമായി പ്രവർത്തിക്കുകയാണെന്നറിയുമ്പോൾ അധ്യാപക വർഗത്തെ ആകെ അവർ പ്രതിക്കൂട്ടിലാക്കി കളഞ്ഞു.
ഒരു ചെറുവിഭാഗം ചെയ്യുന്ന തെറ്റിന് നാം എല്ലാവരെയും കുറ്റവിചാരണ ചെയ്തുകൂടാ. സ്നേഹസന്ത്വനങ്ങൾ പകർന്നു നൽകി നാളത്തെ ലോകത്തെ രൂപപ്പെടുത്താൻ ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന എത്രയോ ശ്രേഷ്ഠരായ അധ്യാപകർ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അവരാണ് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ശക്തി. അവരുടെ ആത്മവീര്യം നഷ്ടപ്പെടുത്തിക്കൂടാ. സാമൂഹ്യ മാധ്യമങ്ങളുടെ വസ്തുതകൾ തിരക്കാതെ വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കൂട്ട വിചാരണകളുടെ കാലമാണിത്. ഇവിടെ പലപ്പോഴും പ്രതികരണം ഏകപക്ഷീയവും സത്യവിരുദ്ധവുമാകുന്നു. സത്യം ചെരിപ്പിടുമ്പോഴേക്കും നുണ ലോകം ചുറ്റിയിരിക്കുമെന്ന ചൊല്ല് വളരെ അർത്ഥവത്താകുന്ന ഒരു കാലമാണിത്. ഏതായാലും ഷഹലയ്ക്കും ഫാത്തിമ ലത്തീഫിനും നീതി കിട്ടിയേ മതിയാവൂ. അവർക്ക് കിട്ടുന്ന നീതി നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന നീതിയാണ്. രണ്ടുപേരും നമ്മുടെ സ്വന്തം കുഞ്ഞുങ്ങളാണ്. കൃത്യമായ അന്വേഷണവും ശക്തമായ നടപടികളും ഉണ്ടാകണം. ആ കുഞ്ഞുങ്ങളുടെ ദാരുണാന്ത്യത്തിന് കാരണക്കാരായ മുഴുവൻ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. ഇനി മറ്റൊരു കുട്ടിക്കും ഇത്തരം അനുഭവം ഉണ്ടാകരുത്. ഒരു ന്യൂനപക്ഷം ചെയ്യുന്ന തെറ്റുകൾക്ക് ഭൂരിപക്ഷം വിചാരണ നടത്തുന്നത് ശരിയല്ലെന്ന ചിന്തയും ഇത്തരുണത്തിൽ ഉയർന്നു വരേണ്ടതുണ്ട്.